നമ്മുടെ കുട്ടിക്കാലത്തേക്ക് ഒന്ന് പോകാം. ഒരു മുട്ടായി കഴിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സിപ്പപ്പോ ഐസ്ക്രീമോ ഒക്കെ വാങ്ങി കഴിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അപ്പം നമ്മൾ നേരെ ചിന്തിക്കുക? ഒരു 10 രൂപ അല്ലെങ്കിൽ കുറച്ച് കാശോ എങ്ങാണോ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ, ഒരു 100 രൂപ എങ്ങാണോ വീണ് കിട്ടിയിരുന്നെങ്കിൽ എന്തോരം മുട്ടായി വാങ്ങായിരുന്നു, എന്തോരം സിപ്പപ്പോ ഐസ്ക്രീമോ ഒക്കെ വാങ്ങായിരുന്നു. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതായിരിക്കും നമ്മുടെ ശരാശരി കുട്ടിക്കാലം, അല്ലേ? അങ്ങനെ ഇരിക്കെ എന്തെങ്കിലും ഒരു പൈസ കിട്ടിയാൽ നമ്മൾ നേരെ ചെന്ന് ചെലവാക്കുവോ? പകുതിയിലധികം പേരും ചെലവാക്കില്ല. കാരണം നമുക്കൊരു പണം ഇങ്ങനെ കളഞ്ഞു കിട്ടിയാൽ അത് എവിടെ ഏൽപ്പിക്കണോ ഭദ്രമായി അത് ഏൽപ്പിക്കും. അല്ലെങ്കിൽ അമ്പലങ്ങളിലോ നമ്മൾ വിശ്വസിക്കുന്ന ആരാധനാലയങ്ങളിലോ ഒക്കെ കൊണ്ടുപോയി കൊടുക്കും, വീട്ടിൽ കൊടുക്കും, സ്കൂളിൽ കൊടുക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ. അതേപോലെ നല്ല പ്രവൃത്തി ചെയ്ത കുറച്ച് മിടുക്കന്മാരെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. കലോത്സവ വേദിയിൽ വെച്ച് ഒരു പേഴ്സ് കളഞ്ഞു കിട്ടി ഭദ്രമായി തന്നെ ആ പേഴ്സ് പോലീസുകാരെ തിരിച്ചേൽപ്പിച്ച മിടുക്കന്മാരെ കുറിച്ച് ഇനി പറയാം. ബാലുശ്ശേരി സ്റ്റേഷൻ SI ആയ മുഹമ്മദ് പുതുശ്ശേരി ഇക്കാര്യം വിശദീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എഴുതുകയും ചെയ്തിരുന്നു. മുഹമ്മദ് ഷഹീദാണ് നമ്മുടെ കൂടെയുള്ളത്. ഷഹീദ്, ഇങ്ങനെയാണ്, കയ്യിലൊന്നും ഇല്ലെങ്കിൽ ഇത്തിരി പൈസ ഒന്ന് നമുക്ക് കളഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ അത് വെച്ചിട്ട് എന്തോരം മുട്ടായിയൊക്കെ വാങ്ങായിരുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കുട്ടിക്കാലത്ത്. പക്ഷെ കയ്യിൽ കിട്ടിയാൽ ഞാനൊക്കെ അത് എവിടെയെങ്കിലും തിരിച്ചു കൊണ്ട് കൊടുത്തൊരു ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് വിനിയോഗിക്കാൻ ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ കൂടെയുള്ള ഒരുപാട് കൂട്ടുകാരെ എനിക്കറിയാം. അതേപോലെയാണ് ഈ മിടുക്കന്മാരും. ഒരു പേഴ്സൊക്കെ കളഞ്ഞു കിട്ടുമെന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപക്ഷെ പല ഡോക്യുമെന്റ്സ് ഉണ്ടാവും, ID കാർഡ് അങ്ങനെയുള്ളവ, പണം ഉണ്ടാകും. തിരിച്ചു കൊടുത്ത് മാതൃകയായാലും വലിയ കൈയടി കൊടുക്കാം. തീർച്ചയായും വിദ്യാർത്ഥി കാലഘട്ടം നമ്മളെല്ലാം അത് കടന്നു വന്നവരാണ്. എവിടുന്നെങ്കിലും കുറച്ച് പണം വീണ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നൊരു കാലഘട്ടമാണ്. അങ്ങനെ വീണ് കിട്ടിയാൽ വലിയ ആവശ്യങ്ങളൊന്നുമല്ല, മിഠായി വാങ്ങുമോ, ഐസ്ക്രീം വാങ്ങുമോ, അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ആ കുട്ടിക്കാലത്ത് ആവശ്യങ്ങളൊക്കെ നിവർത്തിക്കാമല്ലോ എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം ആണ് നമുക്കറിയാം. അങ്ങനെ ഇരിക്കുന്ന കുട്ടികളുടെ അടുത്തേക്കാണ് കഴിഞ്ഞ ദിവസം നടന്ന ബാലുശ്ശേരി സബ് ജില്ലാ കലോത്സവം പൂനൂർ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു നടന്നത്. ഇവിടെ നിരവധിയായ നൂറുകണക്കിന് കുട്ടികൾ ഉള്ള ഒരു കലോത്സവങ്ങളാണ് നമുക്കറിയാം. അതിനിടയിലാണ് ഈ കോക്കല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു അഞ്ചോളം കുട്ടികൾക്ക് ഈ ഒരു പേഴ്സ്, പണം മാത്രമല്ല പണമടങ്ങിയ ഒരു പേഴ്സ് അവിടെ നിന്ന് കിട്ടുന്നത്. സാധാരണഗതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വരേണ്ട ഒരു സമയമാണ്. പക്ഷേ കുട്ടികൾ വളരെ സത്യസന്ധരായി പെരുമാറി തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ആ പേഴ്സ് കൊണ്ട് ചെന്ന് കൊടുത്തു. പേഴ്സ് കിട്ടിയിട്ടുണ്ട്, അതിൽ പണമുണ്ട് എന്ന് പറഞ്ഞ് സുരക്ഷിതമായി ഏൽപ്പിക്കുകയാണ്. അത് ആ ഉദ്യോഗസ്ഥനെ വലിയ സന്തോഷമുണ്ടാക്കി. ഉടൻ തന്നെ അതിൻ്റെ ഒരു പെൺകുട്ടിയുടേതായിരുന്നു, പാലോറ ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള ഒരു പെൺകുട്ടിയുടേതായിരുന്നു ആ പേഴ്സ് എന്ന് കണ്ടെത്തി. ആ പെൺകുട്ടിക്ക് പേഴ്സ് നൽകാൻ തീരുമാനിച്ചു. ഉടൻ ഈ കണ്ടെത്തിയ വിദ്യാർത്ഥികളെയും രണ്ടുപേരെയും ഒരുമിച്ച് കൂട്ടി അവർ ആ കണ്ടെത്തിയ കോക്കല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ, ആ പേഴ്സ് കിട്ടിയ കുട്ടികൾ അത് കൈമാറുന്ന ഒരു ചിത്രവും ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലെ SI ആയ മുഹമ്മദ്, അദ്ദേഹം അതൊരു ചിത്രമാക്കി ഒരു സമൂഹ മാധ്യമങ്ങളിൽ ഒരു കുറിപ്പായി എഴുതിയതോടെയാണ് ഇത് നമുക്ക് ആ വിവരം അറിഞ്ഞത്. അദ്ദേഹം വലിയ സന്തോഷത്തോടുകൂടിയാണ് കുറിപ്പ് ഇട്ടത്. അതിനൊടുവിൽ അദ്ദേഹം കുറിപ്പിന് അവസാനം എഴുതുന്നു, ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് മയക്കുമരുന്ന് ഉപയോഗിച്ച് 2 വിദ്യാർത്ഥികൾ തൻ്റെ കൺമുന്നിൽ വിദ്യാർത്ഥികൾ മൃതദേഹം കണ്ടതാണ് ഞാൻ. അതിൻ്റെ വിറങ്ങലിച്ച ഓർമ്മ എൻ്റെ മുമ്പിലുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ ചുറ്റുപാടുകൾ അന്തരീക്ഷത്തിൽ ഉള്ളപ്പോഴാണ് ഈ കുട്ടികൾ ഇങ്ങനെ സത്യസന്ധമായി ആ പ്രായം അല്ലെങ്കിൽ ആ കുട്ടിക്കാലത്തെ ആ ചെറിയ ചാബല്യങ്ങൾ പോലും മറികടക്കുന്ന രീതിയിലുള്ള സത്യസന്ധത കാണിച്ചത്. തീർച്ചയായും ഷഹീദ്, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും അത് ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക, ആ ഒരു സന്ദേശം ബാക്കിയുള്ളവർക്ക് എത്തിക്കുക എന്ന് പറയുന്നതും നല്ല കാര്യമാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക, നമുക്കുള്ളത് നമ്മളുടെ കയ്യിൽ ഒരു സമയത്ത് വന്നു ചേരുക തന്നെ ചെയ്യും. അല്ലാത്തൊന്നും നമുക്ക് അർഹതപ്പെട്ടതല്ല.